അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ പാലസിൻ്റെ ഫ്രണ്ട് പൊസിഷനിലാണ്. അപ്പോൾ ഇവിടേക്ക് ഞാൻ എങ്ങനെ എത്തിയെന്ന് നിങ്ങൾ ബാക്കി കണ്ടിട്ട് പോയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ബസ്സിൽ കയറിയിരിക്കുകയാണ്. സൂപ്പർ വണ്ടി കേട്ടോ, റോയൽ റിച്ച് സെറ്റ് വണ്ടി. വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. അല്ലാണ്ട് AC ബസ്സാണ്, പക്ഷേ ഇതിൻ്റെ സീറ്റിങ്ങൊക്കെ നൈസായിട്ട് സെറ്റപ്പ്. വണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ബാംഗ്ലൂർ തിരിക്കണം. ഓക്കെ, ബൈ. നമ്മളങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാംഗ്ലൂർ തിരികെയാണ്. സമയം 8 മണിയായപ്പോൾ തീർന്നിട്ട് 7:00 എത്തുന്ന പറഞ്ഞിട്ട് 8 മണിയായി. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ കൂടെ ചേട്ടൻ, അമ്മ, ഡാഡി, മമ്മിയാണ്. 4 പേരാണുള്ളത്. ഓക്കെ, അവരെ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എൻ്റെ ബാക്കിൽ നല്ല വെയിറ്റിലൊരു ബാഗ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ വയ്ക്കുന്നു. ഓക്കെ, ബാഗൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ. ഓക്കെ, നമ്മുടെ കൂടെ അമ്മാമ്മയാണ്. അമ്മ ഹൈ പറയും. നമ്മളങ്ങനെ റൂമിലെത്തിയിരിക്കുകയാണ്. ഇതാണ് റൂം. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നല്ല പൂരവെയിലത്ത് ബാംഗ്ലൂർ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് കേട്ടോ ബാംഗ്ലൂരിൽ. നമ്മുടെ ഡാഡി, മമ്മി, അമ്മാമ്മ, ചേട്ടൻ എല്ലാവരും ഉണ്ട്. കൂടെ ഞാനുണ്ട്. ഓക്കെ, നല്ല വെയിലായ കൂൾ ഗ്ലാസ് വെച്ചാണ്. അതിന് സൗണ്ട് കേൾക്കാണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇത് KSRTC ബസ് സ്റ്റാൻഡ് ബാംഗ്ലൂരിൻ്റെ. ഭക്ഷണം കഴിച്ചിട്ട് സമയം 9 മണിയാണോ. അങ്ങനെ മെട്രോയിൽ കയറാൻ വേണ്ടി ബാംഗ്ലൂർ മെട്രോൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ ചെക്കിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി മെട്രോയിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ കയറാം. ആദ്യമായിട്ടാണ് ഈ ബാംഗ്ലൂർ മെട്രോയിൽ ആദ്യമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ട്രെയിൻ കയറാൻ മെട്രോ കയറാനായിട്ട് വന്നിരിക്കുകയാണ്. മെട്രോ ചെമ്പ് മെട്രോ കേട്ടോ, കൊച്ചി മെട്രോ പോലെയല്ല. നല്ല രസമുണ്ട് കാണാൻ. നല്ല തിരക്ക്, അത്യാവശ്യം തിരക്കുണ്ട്. പക്ഷേ തിരക്ക് കുറവാണെന്നാണ് ചേട്ടൻ പറയുന്നത്. പക്ഷേ ഈ ട്രെയിൻ സെറ്റിങ്സ് നൈസ് ആയിട്ട് കേട്ടോ. അടിയിൽ അണ്ടർഗ്രൗണ്ട് സിനിമയിൽ കാണാൻ പോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവർ ലൈനിന് നോക്കാൻ പറയുന്നുണ്ട്. എനിക്ക് കാണുമ്പോൾ മറ്റേ കൊച്ചി മെട്രോയിൽ പോയി ഞാൻ വീഡിയോ ചെയ്യുന്നു, അതുപോലെ തോന്നുന്നു. പക്ഷേ അതിനേക്കാളും സെറ്റപ്പ് മെട്രോ ഇട്ട് കൊടുത്ത നല്ല വലിയ മെട്രോയാ, ചെറുതല്ല. ഇത് കണ്ടാ നൈസാ. ഞങ്ങളുടെ മെട്രോ വന്നിട്ടില്ല, അപ്പോൾ വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഞാൻ കൊച്ചി മെട്രോ അല്ല, ബാംഗ്ലൂർ മെട്രോയിൽ കയറിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനായ ടിപ്പു സുൽത്താൻസ് പാലസിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കയറിയിട്ട് കാണാം. ഓക്കെ, വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം. ഇതാണ് ടിപ്പു സുൽത്താൻ്റെ പാലസ്. ഓക്കെ, അപ്പം ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയിട്ട് വിഷ്വൽസ് എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോയിലേക്ക് കയറിയിരിക്കുകയാണ്. നല്ല മനോഹരമായ രീതിയിലാണ് 2 സൈഡും അലങ്കരിച്ചിരിക്കുന്നത്. ഓക്കെ, ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഉള്ളിലേക്ക് കയറി വീഡിയോ കാണാൻ സമ്മതിക്കുന്നെങ്കിൽ അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഇതാണ് എൻ്റെ മുകൾ ഭാഗം. നല്ല അതിമനോഹരമായ പ്രാപഞ്ചികമായ പശ്ചാത്താപവും ശരിയുണ്ട്. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ രണ്ടാമത്തെ ലൊക്കേഷനായ ബാംഗ്ലൂർ പാലസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മെയിൻ സ്ഥലമാണ്. അപ്പോൾ രണ്ടാമത്തെ ലൊക്കേഷനിലേക്ക് അവർക്ക് സ്വാഗതം. ഇതാണ് സംഭവം. കൊള്ളാട്ട. ഇതിൻ്റെ പുറം ലുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ പാലസ്. കേസ് കണ്ടവരും കാണാത്തവർക്കുമായിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സൂപ്പറാണ്. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഉള്ളിലേക്കായിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, സുഹൃത്തുക്കൾ, എൻ്റെ ഉള്ളിൽ ക്യാമറ പറ്റില്ല, അപ്പോൾ ഞാൻ പുറത്തുനിന്ന് കാണിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഉള്ളിലേക്ക് ക്യാമറ കാണിച്ചാൽ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്താൽ പെനാൽറ്റി അടപ്പിക്കണം. ഫോട്ടോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ പാലസ്, അതിമനോഹരമായ പാലസ്. ഓക്കെ, ഒരു ചേട്ടൻ വരുന്നിട്ട് പുല്ലൊക്കെ വിട്ടിട്ടുണ്ട്. കൊള്ളാം, സൂപ്പറാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. വലിയ തിരക്കില്ലെങ്കിലും കുറച്ച് തിരക്കുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ സമയം കാണാമല്ലോ, 11:23 ആയിരിക്കുകയാണ്. രണ്ടാമത്തെ ലൊക്കേഷനിലെത്തിക്കപ്പോൾ നമ്മളങ്ങനെ ബാംഗ്ലൂർ പാലസിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. ഉള്ളിൽ ക്യാമറ അവിടെ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ. ഓക്കെ, ഇതെന്ന് പറഞ്ഞ സംഭവം ഒരു ഗൈഡാണ്. ഇതിൽ ഓരോ ട്രാക്കുകൾ പ്ലേ ചെയ്യാം, ഏത് ഭാഷയിലാണെങ്കിൽ. അതാണ് ഏത് ട്രാക്ക് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. ഓക്കെ, ആ ട്രാക്ക് മലയാളം, ഇംഗ്ലീഷ്, ഇത് വേണ്ട ട്രാക്ക് പ്ലേ ചെയ്യാം. ഇത് വേണ്ടിയിട്ടാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ട്. ഇത് കണ്ടോ, കാണാനില്ല എനിക്കറിയാം.
അത് ഓരോ നമ്പർ അടിച്ചു കൊടുത്താൽ നമുക്ക് ഓരോ ട്രാക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതിൻ്റെ പുരാതനമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരും. ഇതാണ് എൻ്റെ ഔട്ടർ ലുക്ക്. ഓക്കെ, ഞാൻ അവിടുന്ന് കാണിച്ചു എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴേ ഓരോ നമ്പർ ഇടും. ആ നമ്പർ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് പ്ലേ ചെയ്താൽ ആ ട്രാക്ക് പ്ലേ ആവും. ഏത് ഭാഷയിലാണെങ്കിലും ഗൈഡ് അവൈലബിൾ. അതാകുമ്പോൾ സുഖമായിട്ട് ചെവിയിൽ കേൾക്കാം, അതിൻ്റെ പള്ളിലേക്ക് കാണണം. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ പുറത്താണ്, ഇതൊക്കെയാണ് അതിൻ്റെ പുറം കാഴ്ചകൾ. ഓക്കെ, നല്ല അടിപൊളി സംഭവമാണ്. പുരാതനമായിട്ട് അറിയാത്തവർക്കൊക്കെ ഗൈഡ് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, സംഭവം സെറ്റാണ് കേട്ടോ. അത് നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ച, ഞാൻ +1 ഹിസ്റ്ററി ആയിരുന്നില്ല, പക്ഷേ അത്യാവശ്യം ഹിസ്റ്ററിയും താല്പര്യമുള്ളവരും താല്പര്യമില്ലാത്തവരൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അതായത് ഈ ഗൈഡ് ഉള്ളതുകൊണ്ടേ നമ്മൾ ഒരാൾ വെച്ച് പറയണ പോലെയല്ല. അതായത് ഇപ്പോൾ പേഴ്സണലായിട്ട് നമുക്ക് ഗൈഡ് ഉണ്ട്. അതായത് ഇപ്പോൾ പാട്ട് കേൾക്കണ പോലെ നമുക്ക് ചെവിയിൽ വെച്ച് കേൾക്കാതെ നൈസ്. അതൊരു നല്ല, ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല, അത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. അല്ല, ഇവിടെ ഞാൻ ആദ്യമായിട്ട് കാണാം. ഞാൻ ആദ്യമായിട്ട് കാണാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സംഭവം സൂപ്പർ കേട്ടോ, അടിപൊളി സംഭവം. ഇതിൻ്റെയൊക്കെ പുല്ലിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഗ്രാസൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ സാധനം കേട്ടോ. ഫോട്ടോഗ്രാഫി ഒക്കെ നൈസായിട്ട് ചെയ്യാം അവിടെ. എല്ലാവരും നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പകരമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല സീനറി ആയിട്ട് ഇവിടെ നോക്കുമ്പോൾ ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് അല്ലേ, അടിപൊളി സംഭവം, ഒന്നും പറയാനില്ല. ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ബാംഗ്ലൂർ പാലസ്. ഓക്കെ, അപ്പോൾ ഞാനത് മറ്റേ ആ ഗൈഡിൻ്റെ സാധനം റിട്ടേൺ ചെയ്തു. അപ്പോൾ ഇനി തിരിച്ച് ഇവിടെ നിന്ന് പോകാൻ 2 ഫോട്ടോസ് എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ അതിലുള്ള ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല, അവിടെ തിരിച്ച് നമുക്ക് കാണാം. ഇവിടെ കാനൻ ബോളൊക്കെ ഉണ്ട്. അല്ല, കാനനല്ല, ആ സംഭവമില്ലേ, അതൊക്കെ ഉണ്ട്. രാത്രി വന്നാൽ ലൈറ്റൊക്കെ ഉണ്ടാവും, പക്ഷേ രാത്രി വരാൻ പറ്റാത്തതുകൊണ്ടാണ് കാലത്ത് കാണാൻ ഭംഗി കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മളിരിക്കുന്നത് നമ്മുടെ മമ്മിയുടെ കൂടെയാണ്. ബാംഗ്ലൂർ പാലസിലാണ് നമ്മുടെ മാതാശ്രീ. ഹായ് പറയല്ലേ, നമുക്ക് തീരെ സപ്പോർട്ടില്ല. അതൊക്കെ ഒരു സാധനം കാണിച്ചു തന്നെ. ഇത് കണ്ട, ഇതൊരു കയറും പൊട്ടിച്ചു തന്നത്. അപ്പം ഞാൻ പറഞ്ഞു മസിൽ പൊട്ടി എൻ്റെ കൈ പൊട്ടിച്ചോളാം. ഈ സാധനം ഒട്ടിച്ചിട്ട് കേട്ടുള്ളൂ. അതെന്തിട്ട് പാലസ് കാണാനുണ്ടോ, അങ്ങനത്തെ സാധനമാണ്. ഓക്കെ, അപ്പം അതൊക്കെ ഇവിടെ ഒട്ടിച്ചിട്ടാണ് കയറ്റുക. വലിയ കാര്യമൊന്നുമില്ല, കളഞ്ഞു. അപ്പോഴേ അത് കണ്ടപ്പോഴേ വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഒട്ടിച്ചു പോയണം. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ നമ്മുടെ 3ാമത്തെ ലൊക്കേഷനായ ഐക്യയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മൾ ഉച്ചത്തെ ഭക്ഷണത്തിന് ശേഷം മെട്രോയിൽ കയറി വന്ന് ഉച്ചത്തെ ഭക്ഷണം മേഘന ഹോട്ടലായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവർക്കും. അതിനുശേഷം നമ്മൾ മെട്രോയിൽ യാത്ര ചെയ്ത് 2 മെട്രോ മാറി കയറി, ഈ ബസ് മാറി കയറുന്ന പോലെ മെട്രോയിൽ മാറി കയറി അവസാനം നമ്മൾ ഐക്യയിൽ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഐക്യ. കൊള്ളാട്ട സ്ഥലം സൂപ്പർ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും നല്ല മഴയായിരുന്നു, ഉച്ച സമയത്ത് നല്ല മഴ പെയ്തു. കണ്ടോ, വെള്ളമൊക്കെ മഴ പെയ്ത് തുറന്നിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും വൃത്തിയാക്കുന്നുണ്ട്. ഇതാണ് ഐക്യയുടെ ബിൽഡിംഗ് കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് ബാംഗ്ലൂർ മെട്രോ എന്ന കണക്ഷനാണ് ഐക്യ. ഓക്കെ, അപ്പോൾ ഞാൻ ഐക്യയിൽ എത്തിയിരിക്കണം. ഓക്കെ, നമ്മളങ്ങനെ ഐക്യയിൽ എത്തിയിരിക്കുകയാണ്. ഐക്യ കൊള്ളാട്ടാ, സൂപ്പർ സാധനം. നെസ്റ്റോ ഒക്കെ പോലെ, നെസ്റ്റോ ഒരു ഹൈപ്പർ മാർക്കറ്റ്, ലുലു മാള്, അതുപോലൊക്കെ തന്നെ ഐക്യ. അത്യാവശ്യം നല്ല വലിപ്പുണ്ട്, നല്ല സൈസുണ്ട്, ഭംഗിയുണ്ട് കാണാൻ, കൊള്ളാം. എന്തായാലും അങ്ങനത്തെ ഒരു വർത്താനം, ഫ്രീ വൈഫൈ ഉള്ളിടത്ത് ചാടി വരുന്നതാണോ ഞാൻ? ഇത് എവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, കൊട്ടയുള്ളതല്ലേ, കളപ്പയുള്ളത്? അതേലോ. അപ്പൊ നമ്മളിത് നോക്കിട്ട് വരാം. കുറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, വെറൈറ്റി സ്ഥലങ്ങൾ. ഫുഡ് മോളൊക്കെ ഉണ്ടല്ലോ, കൊള്ളാം, സൂപ്പർ. പ്രത്യേകിച്ചാണ് ഒരു ലുലു മാള് പോലെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇത് ലുലു മാളിലും ഹൈപ്പർ മാർക്കറ്റിലൊന്നും കാണാത്ത ഒരു ഫെസിലിറ്റി ഉണ്ട്. ഫർണിച്ചർ കൂടുതലുണ്ട്, വെറൈറ്റി ടൈപ്പ് ഫർണിച്ചർ. അത് നമുക്ക് കാലിൽ നടന്നു വന്നിട്ട് വയ്യാണ്ട് നമ്മൾ സുഖമായിട്ടിരിക്കാം, നല്ല സുഖം. അവിടെ വേണമെങ്കിൽ കയറിയിരിക്കാം. കണ്ടോ, നല്ല മനോഹരമായ സോഫകളും അതുപോലെ തന്നെ ഈ ഫർണിച്ചർ പോലെ കിച്ചൺ, അതുപോലെ സാധനം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെയാണ് ഐക്യ ഭയങ്കര ഫേമസ് ആയിരുന്നു. നല്ല സുഖം. കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം നടന്നിട്ടേ നല്ല സോഫയിലൊക്കെ കയറിയിരിക്കാൻ എന്തോ ഒരു ഇത് പറയാൻ തോന്നി, അതുകൊണ്ട് എടുത്തത്. ഓക്കെ, അത് പ്ലസ് പോയിന്റാണ്. ഓക്കെ, ഐക്യ ഒരു ലക്ഷമില്ല കേട്ടോ, വെറൈറ്റി സാധനങ്ങൾ, ഫർണിച്ചർ പോലത്തെ സാധനങ്ങളും, ടേബിൾ, അതുപോലെ കിച്ചൺ, അതുപോലത്തെ കുറേ മോഡലുകളാട്ടോ ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വളരെ മനോഹരമായ സാധനങ്ങളാണ്. ഒരു മിനിറ്റ് കാണിച്ചത് കണ്ടോ, ഇതൊക്കെ നല്ല സൂപ്പർ സെറ്റ് സാധനങ്ങൾ. ഞാൻ മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല ഇതുപോലെ സാധനം സെറ്റ് ആട്ടോ. ഇതിൻ്റെ ഈ ഒരു കിച്ചൻ്റെ മോഡൽ കാണിച്ചാൽ ഞാൻ സെറ്റ്, എല്ലാത്തിനും പ്രൈസ് എല്ലാം സെറ്റപ്പ് ആയിട്ട് എഴുതിയിട്ടുണ്ട്.
എന്താ കൊള്ളാട്ടാ, സൂപ്പർ സാധനം, ചെമ്പ് സാധനം. എൻ്റെ ഫാമിലിയോടെ ഉണ്ട്. കുറേ സാധനം ഉണ്ട് ഐക്കയിൽ വരാൻ. അല്ല, ബാംഗ്ലൂർ വരാണെങ്കിൽ ഇവിടെ എന്തായാലും വിസിറ്റ് ചെയ്യാൻ നല്ല എമൗണ്ട് തന്നെ എല്ലാത്തിലും. പക്ഷെ എന്നാലും നല്ല ടേബിളൊക്കെ, ഈ ടേബിളൊക്കെ ഉണ്ട്, ഈ കസേരയൊക്കെ ഉണ്ട്, നല്ല ഹൈറ്റുള്ള കസേര. അതുപോലെ ഒരു കുഷ്യൻസ്, മറ്റേ സോഫാസ് അതുപോലെയൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറൊരു കിച്ചണിലേക്ക് ഞാൻ എൻ്റർ ചെയ്യണം. ഫുൾ ഒരു കിച്ചൻ്റെ ഫുൾ മോഡലാണ് ഇവിടെ ഫുള്ള് പ്രദർശിപ്പിച്ചിട്ടാണ്. പക്ഷേ ഇതിന് മുകളിൽ സീറ്റിംഗ് ആണ്. പക്ഷേ ഇവിടെ കിച്ചൺ അതുപോലെ ബെഡ്റൂം, ലിവിങ് റൂം, എല്ലാ റൂമും ഒരു വീടിൻ്റെ സാദൃശ്യം, കുറേ മോഡൽസ് ആയിട്ട്. ഓക്കെ, ഉച്ചയ്ക്ക് 2:30 അങ്ങോട്ട് കയറിയത് ഈ ഐക്യ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പൊ സമയം 6:04. ഇതുവരെയായിട്ട് ഇറങ്ങാറായിട്ടില്ല. നടന്ന് തീരുന്നില്ല കൈസ്. ഒരു വിചിത്രമായ സ്ഥലത്തെത്തിയപ്പോൾ, സിനിമയിലെ കാണുന്ന പോലെ സ്ഥലത്തെത്തിയപ്പോൾ വീടിക്കുന്ന ചെയ്യുന്നത്. എൻ്റെ മോനെ എത്ര 2:30 അങ്ങോട്ട് കയറിയത്. 2:30 ടു 4:05, 6, 4 മണിക്കൂർ ആവറേ. ഒരു ദിവസം മൊത്തം നടന്നാലും തീരാത്ത സ്ഥലമാണെങ്കിൽ ഇത് ഓടിച്ചു വിട്ടിട്ടും പോലും നീങ്ങണില്ല. ഓ, വല്ലാത്തൊരു സ്ഥലം ഇഷ്ടാ. ഓ, വല്ലാത്തൊരു സ്ഥലം. ഭയങ്കര നീട്ടാണെന്ന് പറഞ്ഞാൽ ഭയങ്കര നീട്ടം. നടന്ന മനുഷ്യൻ്റെ ഉപ്പളകി. പക്ഷെ കാണാൻ കേട്ടോ, അത്യാവശ്യം കാണാനുണ്ട്. അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാൻ വെച്ച് വരാണെങ്കിൽ അത്യാവശ്യം കാണാനുള്ള സ്ഥലമാണ്. പക്ഷെ ഈ ഫർണിച്ചർ ടൈപ്പ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അതുപോലെ അങ്ങനത്തെ ഓരോ സാധനങ്ങളാണ് മെയിൻലി കാര്യമായിട്ട് കാണിക്കുന്നത്. ഐ മീൻ ഇതിലുള്ളത് മെയിനായിട്ട്. ഓക്കെ, സോ ബേസിക്കലി കാണും. ഇതിനു വേണ്ടി മാത്രം ഒരു ദിവസം ഫുള്ള് ചിലവാക്കിയിട്ട് വേണം വരാനായിട്ട്. കാലത്ത് കയറി ഒരു വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ ഇറങ്ങാം. അങ്ങനത്തെ ഒരു പാക്കേജിൽ വന്നാലേ ഇത് മൊത്തം കണ്ടു തീരുള്ളൂ. എൻ്റെ മോനെ, പറയാൻ വാക്കുകളൊന്നുമില്ല. ഓക്കെ, ഞാൻ എങ്ങനെയെങ്കിലും ഇതിന് എക്സിറ്റ് കണ്ടുപിടിച്ച് പുറത്തേക്ക് എത്തട്ടെ. കുറേ നേരം എക്സിറ്റ് തപ്പി കണ്ടിരിക്കുന്നത്, ഇത് എത്തിയിട്ടില്ല. അപ്പം എക്സിറ്റ് തപ്പിയിട്ട് പുറത്തെത്തിയിട്ട് കാണാം. ഐക്യ എത്രയുള്ളൂ, ഐക്യ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. ഓക്കെ, ബൈ. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ബാംഗ്ലൂരിൻ്റെ നൈറ്റ് കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അത്യാവശ്യം തിരക്കുണ്ട്. നല്ല നല്ല വിജനമായ പ്രതീക്ഷിച്ചിട്ട് വന്നതാണ്. വിജനമല്ല, നല്ല അത്യാവശ്യം തിരക്കുണ്ട് ഗൈസ്. ഓക്കെ, എൻ്റെ കൂടെ എല്ലാവരും ബാക്കിൽ നടക്കുന്നുണ്ട്. രാത്രിത്തെ ഭക്ഷണത്തിന് ശേഷം ഇപ്പോൾ സമയം 8:30 കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ചെരുപ്പ് കട, എല്ലാ കടയും ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രസ്സ് കട എല്ലാതും ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് കൺക്ലൂഷൻ പറയാം. ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇതാണ് കൊമേഴ്ഷ്യൽ സൈറ്റ്. ഇവിടെ നിന്നിട്ട് അറ്റം വരെ ഉള്ളത്. നല്ല വണ്ടി അട വെച്ച് കിടക്കണ, അട വെച്ച് കിടക്കണ വണ്ടി. പോവാ പോട്ടെ. നല്ല ബിൽഡിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. എന്തൊരു രസമായിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചാണ്. പക്ഷേ ഷോർട്ടേജ് ഓഫ് സ്പേസ്, അത് കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിയിലാണ് ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചത്. കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ നമ്മൾ കാറ്റ് വെള്ളം നടക്കാനായിട്ട് ബെസ്റ്റ് സ്ഥലമാണ്. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ മമ്മിൻ്റെ എന്താ ചെടിയാ അത് ഐക്യാന്ന് മേടിച്ചത്. ഐക്യ. എൻ്റെ മോനെ ഒന്നും പറയാലോ, നടന്നു ഉപ്പാളക്കും തീരുന്നില്ല. അതാണ്. പിന്നെ ഞങ്ങൾ സ്കിപ്പടിച്ചിട്ട് വേഗം പോയി. ലേവീസിൻ്റെ ബാൻഡൊക്കെ ഉണ്ട്, ക്രോക്സിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞിട്ട് റോജിയോ ബാംഗ്ലൂരിൻ്റെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യണോ. കൂടെ ഡാഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.